സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല. കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇനിയൊരു വ്യാജഗർഭം, സ്നേഹം, വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത്. നിന്റെയൊക്കെ ചീഞ്ഞളഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരക്ക് നീതി കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായി വിഷയപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ വെളിപ്പെടുത്തലുകളാണ് ദീപ ജോസഫ് നടത്തുന്നത്. ദീപ ജോസഫ് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ദീപ ജോസഫ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് ഞാൻ വായിക്കാം. സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചത് ആയിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാവുക, അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീ ആവും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരൻ ആവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നയാളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല, ഉണ്ടാവില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമപ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും. അവൾ ഒരു വർഷത്തിലേറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കെട്ടിയ ആ പാവം ചെക്കനാണ്. ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ചു ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര. ഫോട്ടോ സഹിതം തെളിവുകൾ ഉണ്ട്. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല, ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ്. ഇനി പറ, ഇര ആരാണ്? CPI CPM കൊണ്ടുപിടിച്ച് ഇളക്കാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കണം. കേരളത്തിൽ നടക്കുന്ന അഴിമതി ഒന്ന് മൂടിവെക്കണം, ഭരണ നിഷ്ക്രിയത്വം ഒന്ന് മൂടിവെക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ്? തലക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണം എന്നാണ് നേതൃത്വം കരുതുന്നത്. കാരണം രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരം ഇടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളും ഭർത്താവുണ്ടായിട്ടും പലരുടെ ഒപ്പം അന്തിയിറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകൾ ആണോ എന്ന് സംശയം തോന്നുന്നു. പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഒരു പദവി കിട്ടിയാൽ എന്നും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു? ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവൻ ഒന്നും മറത്തു പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതിനിടയിൽ അവൾ വിവാഹിതയും പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. മാധ്യമങ്ങളെ, നിങ്ങൾ ഏത് കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത്? ഇത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾ ഇന്ന് നിങ്ങൾ തെളിയിച്ചു. ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മം എന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി. ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തംഗമികളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇര അല്ല, മഹാ ഫ്രോഡ്. എടീ കൊച്ചെ, നീ ധൈര്യമായി കേസ് കൊടു. മാധ്യമ വിചാരണ നിർത്തൂ. അതല്ല, നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത്. ഇന്ന് നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PR-മാരോടും ഇവിടെ വെച്ചു ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെ പോലെയുള്ള ഒരുപാട് പേരെ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചീറ്റിങ്ങിന് ഒരുത്തിന്റെ കൂടെ അല്ല, പലരുടെ കൂടെ കിടക്ക പങ്കിട്ടു. പണ്ട് കൈയും കാലും കാണിച്ച് മാക്കിയവൻ MLA ആയപ്പോ അവനെ കൊടുക്കാൻ നിന്റെ ഗർഭം. എന്നിട്ടും നീ ഒരു വർഷം മുൻപ് വിവാഹിതയായത് കൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവന്റെ മാന്യത. പക്ഷേ നീ ചതിച്ചു, ജീവിതം നശിപ്പിച്ചു. നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കെട്ടിയ ആ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെ പോലെ 1000 പേരുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കടാ എന്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത്? അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം. അല്ലാത്ത പക്ഷം സത്യത്തിൽ ഇരയാകുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. നീതി അവർക്ക് ഒരിക്കലും കിട്ടാക്കനിയാവും. കള്ള മാധ്യമങ്ങളിൽ നിന്നും ദൂരം പാലിക്കൂ. അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ. റേറ്റിംഗ് മാത്രമാണ് സത്യം.
മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം. ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു. രാഹുൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം. കള്ളക്കഥകൾ മെനയുന്ന മീഡിയയെ അത് നിർത്തണം. ഗർഭിണി ഇനി പ്രസവിക്കില്ല. കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ഇനി അതും തുറന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ജനങ്ങൾ, നമ്മൾ കേൾക്കുന്നതല്ല സത്യം. ഒരാണിനെ തകർക്കാൻ ഒരു പെണ്ണിന് നിമിഷം മതി. ഒരൊറ്റ സെക്സ് ബോംബ്. എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കുറിപ്പ് തന്നെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ദീപ ജോസഫ് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഫോട്ടോകളും വീഡിയോകളും സഹിതം ഞാൻ ഇത് ജനത്തിന് മുന്നിലേക്ക് എറിയും, ഇനിയും ഈ കള്ളക്കഥകൾ നിർത്തിയില്ലെങ്കിൽ എന്ന് ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. കഥകൾ എവിടെ നിന്ന് തുടങ്ങുന്നു? ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയപ്പോൾ മുതൽ വലിയ ചർച്ചകളാ. ആ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ ഈശ്വർ പറയുന്നത് നമ്മൾ കേട്ടു. എവിടെയാണ് ചതി നടന്നിരിക്കുന്നത്? ആരാണ് ഇര? ഇര ഈ പറയുന്ന ആളാണോ? അല്ല എന്ന് ദീപ ജോസഫ് ഉറപ്പിച്ചു പറയുന്നു. ഫ്രോഡാണെന്ന് മറിച്ച് പറയുന്നു. കാരണം എന്താ? ചതിച്ചത് രണ്ടാളുകളെയാണ്. ഒന്ന് ഭർത്താവിനെ, മറ്റൊന്ന് രാഹുലിനെ. ഇനി ഇവിടെയുള്ള ചോദ്യം, ഗർഭം ആരുടേതായിരുന്നു? രാഹുലിൻ്റെതായിരുന്നോ ഭർത്താവിൻ്റെതായിരുന്നോ? രാഹുൽ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്? എന്തിനു വേണ്ടിയാണ് രാഹുൽ ഇങ്ങനെ സംസാരിച്ചത്? എവിടെ നിന്ന് തുടങ്ങുന്നു ഇതിന്റെ സത്യാവസ്ഥകൾ? നിങ്ങൾ കാണുന്ന വ്യക്തി തന്നെയാണ്, നിങ്ങൾ ഇന്നും ഇന്നലെയും കണ്ടുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള യുവതിയാണ് എന്ന് ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കഥകൾ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു മറിയുക. ഇന്നലെ രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുമ്പോ അത് പറയാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തുന്ന പല ഘട്ടങ്ങളും ഉണ്ടായി. എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ആരെയാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിലെന്ന്, ആരാണ് വഞ്ചിച്ചത് എന്നുള്ളത് ഈ വിഷയത്തിലെന്ന്, വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് ഈ വിഷയത്തിൽ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഈ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം. ഇന്ന് ഈ നിമിഷം വരെ അവർ രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യുവാൻ, രാഹുലിനെ തേജോവധം ചെയ്യുവാൻ, രാഹുലിനെ കൊത്തിക്കീറുവാനാണ് ശ്രമിച്ചത്. ഇന്നലെ രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് നിന്ന് സ്മൃതി പരുത്തിക്കാട് പറയുന്നു ഇത് അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് കടക്കരുത് എന്ന്. പിന്നെ ഈ നിങ്ങൾ ഇത്ര ദിവസം ചെയ്തത് എന്താണ്? രാഹുലിന്റെ വ്യക്തി ജീവിതത്തിലേക്കല്ലേ നിങ്ങൾ തെറിച്ചു നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം? അയാളുടെ വ്യക്തി ജീവിതമല്ലേ നിങ്ങൾ ഇങ്ങനെ കൊത്തിക്കേറിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോ പിന്നെ ഇപ്പോ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ ജനം മനസ്സിലാക്കുമെന്നുള്ളത് കാണുമ്പോ അതാണ് ഭയം. ഈ കാര്യങ്ങൾ ജനം അറിയരുത് എന്ന് ഇവർ ആഗ്രഹിച്ചു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഈ പരാതി കൊടുത്തതോടുകൂടി ഈ കഥകൾ കൂടി അറിയുന്നവൾ വിളിച്ചു പറയാൻ തുടങ്ങി. ദീപ ജോസഫ് ഒരു തലക്ക് തിന്നു തുടങ്ങി. അതിന്റെ പിറകിലൂടെ രാഹുൽ ഈശ്വർ പുറത്തേക്ക് വന്നു. കഥകൾ അറിയുന്നവർ എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹിതയായ സ്ത്രീ, കഴിഞ്ഞ 2024 വിവാഹിതയായ സ്ത്രീ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. 2024 വിവാഹിതയായ സ്ത്രീ 2025 മാർച്ചിലെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. ആ സ്ക്രീൻഷോട്ടുകൾ ഇനി ഒറിജിനൽ ആണെന്ന് നിങ്ങൾ വെക്കുക. അപ്പോ 2024 വിവാഹിതയായി ഭർത്താവുള്ള സ്ത്രീ 2025 മാർച്ചിൽ രാഹുലുമായി കിടക്കുന്നതിന്റെ കാര്യം എന്തിന് ചർച്ച ചെയ്യണം? രാഹുലുമായി കിടന്ന് കുഞ്ഞുണ്ടാക്കുന്നതിന്റെ കാര്യം എന്തിന് ചർച്ച ചെയ്യണം? 2024 ഓഗസ്റ്റിൽ വിവാഹിതയായ സ്ത്രീ എന്തിന് 2025 മാർച്ചിൽ രാഹുലുമായിട്ട് കുഞ്ഞുണ്ടാക്കാൻ, രാഹുലുമായി കിടക്കാൻ, രാഹുലുമായി ബന്ധം സ്ഥാപിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നത്? അപ്പോ ഇവിടെ ഇര ആരാണ്? ആ യുവതിയുടെ ഭർത്താവാണോ ഇര? അതോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഇര? അതോ ഈ യുവതിയാണോ ഇര? അപ്പോ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ സത്യാവസ്ഥകളിലേക്ക് കൂടുതൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വിടുമെന്ന് ദീപ ജോസഫ് പറയുന്നു. ഇര ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ട്. കാരണം കൂടി ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ദീപ ജോസഫ് പറയുന്നത്? ദീപ ജോസഫ് പറയുന്നത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ
അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള മുതല് ഇങ്ങനെ വേട്ടയാടി തലക്ക് മീതെ വന്നു നിൽക്കുന്ന സഖാക്കളുടെയും പിണറായി വിജയന്റെയും തലക്ക് മീതെ വന്നു നിൽക്കുന്ന പല കാര്യങ്ങളും, അത് കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ പോലും ചെയ്യാത്ത അവസരത്തില്, ചോദിക്കാൻ പോലും കഴിയാത്ത അവസരത്തില് അതിനെയൊക്കെ മറച്ചു പിടിക്കണമെങ്കിൽ ഒരു സെക്സ് വേണം, ഒരു പീഡനം വേണം, ഒരു ഗർഭചിത്രം വേണം, ഒരു ഗർഭം വേണം. അത് തന്നെയാണ് ഈ കേസിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എവിടെ വരെ എത്തുമെന്ന് ചോദിച്ചാൽ പുഷ്പം പോലെ ഈ കേസ് അവസാനിക്കുമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ഈ പറയുന്നതൊന്നുമല്ല. ഇനി രാഹുലിന് പറയാനുള്ളതുണ്ട്. രാഹുൽ ഇന്ന് വരെ പറയാത്തത് രാഹുലിന്റെ മാന്യതയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ദീപ ജോസഫ്. കാരണം രാഹുൽ അവരുടെ മാനത്തിന് വില പറയാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് രാഹുൽ പലതും പറയാതിരുന്നത് എന്നുള്ളത് ദീപ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഇരയാണോ? അല്ല, ഇര യുവതിയുടെ ഭർത്താവും രാഹുൽ മാങ്കൂട്ടനുമാണ് എന്നുള്ള കാര്യം തറപ്പിച്ച് പറയാൻ കഴിയും നമുക്ക്.